പ്രിയ സുഹൃത്തുക്കളെ, വലിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ലൈവിലൂടെ വന്നത്. നിങ്ങൾക്ക് അറിയാൻ കഴിയും, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിറോസ് കുന്നുംപറമ്പിൽ ഒരു ഓട്ടിസം കൊച്ചിനെ കുറിച്ച് കൊടുങ്ങല്ലൂരിലുള്ള ബിന്ദു എന്ന് പറയുന്ന, ഇപ്പോൾ ബാക്കിൽ കാണാൻ കഴിയും, ബിന്ദു എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, മൃതദേഹത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന കേരളത്തിലെ ഏക ഫോട്ടോഗ്രാഫറാണ് ബിന്ദു. ആ ബിന്ദുവിൻ്റെ മോള് ഓട്ടിസമാണ്. ആ ഓട്ടിസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഫിറോസ് ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് പ്രവാസികളായ സുഹൃത്തുക്കളും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ദിവസമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ഗൾഫിൽ നിന്ന് ഏകദേശം 7 മണിക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഒരു കോള് വരികയാണ് ബിന്ദുവിന്. കൊച്ചിനെ ഒന്ന് കാണണം, കുട്ടിയെ ഒന്ന് കാട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട്. ഓട്ടിസം ബാധിച്ച കുട്ടിയെ കാണിക്കാനായിട്ട് ബിന്ദു വീഡിയോ കോൾ ഓൺ ആക്കിയപ്പോൾ അവൻ സത്യത്തിൽ എനിക്ക് പറയാൻ തന്നെ മടിയാവുകയാണ്. അവൻ്റെ സിബ് അഴിച്ചുകൊണ്ട്, ബാക്കി ഞാൻ പറയണ്ടല്ലോ, എന്നിട്ട് സെക്സ് ചെയ്യാനായിട്ട് അവൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ നമ്പർ കിട്ടാനായിട്ട് മാക്സിമം ഷെയർ ചെയ്യണം. ഈ കൊച്ചിൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. വളരെ വേദനയോടെ ഇതാണ് ഈ മോളുടെ കാര്യത്തിനാണ് ഈ വീഡിയോ നമ്മൾ കൊടുത്തിരുന്നത്. ഫിറോസ് കുന്നുംപറമ്പിലിനെ സപ്പോർട്ട് ചെയ്ത് സ്മാർട്ട് പിക്സും കൊടുത്തിരുന്നു. എല്ലാ മാധ്യമങ്ങളും, മനോരമ, പിന്നെ അതോടൊപ്പം എല്ലാ മാധ്യമങ്ങളും, ഏഷ്യാനെറ്റ്, എല്ലാ മാധ്യമ പ്രവർത്തകരും ഈ ന്യൂസ് കൊടുത്തിരുന്നു. വലിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ സൗദി അറേബ്യയിലുള്ള ഇവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് ഇവൻ സോഷ്യൽ മീഡിയയിലൂടെ ഇവൻ ചെയ്തിരിക്കുന്നത്. ഇവൻ വാട്സപ്പ് കോളിൽ വന്നിട്ട് ഈ ചേച്ചിയോട് പറഞ്ഞത് എന്താ, അതിന് വിശദീകരിച്ച് പറയാനായിട്ട് ആ ചേച്ചിയോട് തന്നെ ഞാൻ ചോദിക്കാം എന്താണെന്നുള്ളത്. അവൻ എന്താണ്, ബിന്ദു ചേച്ചി എന്താണ് അവൻ പറഞ്ഞത്? എന്നോട് പറഞ്ഞ് എത്ര രൂപ വേണമെങ്കിലും തരാം, എന്റെ ഇത് കണ്ട് ആസ്വദിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വീഡിയോ മെസ്സേജുകളാണ് അവൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടപ്പോ തന്നെ എന്റെ മോളാണ് ആ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്തു കഴിഞ്ഞ് ഞാൻ മോൾക്ക് ഫിക്സ് വന്നിട്ട് ഞാൻ എന്റെ മടിയിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഫോൺ വന്നത്. അപ്പൊ അതായിരുന്നു എന്റെ മോളത് എടുത്തത്. ഞാനാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അവന് ഇത് പ്രദർശിപ്പിച്ചത്. അപ്പൊ കൊച്ചിന് പെട്ടെന്ന് എന്തോ പിടികിട്ടില്ല. കൊച്ചു അമ്മച്ചി എന്തോ കണ്ടു എന്ന് പറഞ്ഞ് എന്റെ കൊണ്ടെത്തന്നു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ, എന്റെ നെഞ്ചാളിപ്പോയി. ഞാൻ പെട്ടെന്ന് കുഞ്ഞ് കണ്ട രീതിയിൽ പെട്ടെന്ന് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ആകെ പരവശെടുത്ത പോലത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുന്ന, ഒരു വേദനയിൽ ഇരിക്കുന്ന സമയത്ത് പിന്നെ അതേപോലെ ഒരു കോള് വരികയാണ് ഉണ്ടായത്. അപ്പോഴാണ് പിന്നെ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഈ നമ്പർ ആരിൽ നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പം നോക്കിയപ്പോഴാണ് അതിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന് എടുക്കുന്നത്. അവൻ്റെ എല്ലാ ലീലവിലാസങ്ങളും അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനിത് ഷോർട്ട് ഇട്ടിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇങ്ങനെ ഒരു അവസ്ഥ, എൻ്റെ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഫിറോസ്ക കാണിച്ചിരുന്നത്. ആ അവസ്ഥയിൽ മനസ്സ് വേദനിച്ചിരിക്കണ എന്നോട്, ഇത്രയ്ക്ക് മനസ്സ് വേദനിച്ച് നരകിച്ച് കഴിയണ എന്നോട് ഇവനിങ്ങനെ ഈ കാമപ്രാന്ത് കാണിക്കുമ്പോൾ, ഇവന് വീട്ടിൽ ഉമ്മ പെങ്ങന്മാരൊന്നും ഇല്ലേ? ഈ അവസ്ഥ ഇനി ഒരു സ്ത്രീകൾക്കും ഇനി ഈ ഭൂമിയിൽ വരാൻ പാടില്ല. അതിനാൽ ഇങ്ങനെയുള്ള അവനെ എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രവാസികളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെങ്കിലും തെരഞ്ഞെടുത്ത് ഇവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കണം. ഈ സമൂഹം അവനെ എന്താണെന്ന് അറിയണം. അതിനെന്നെ നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കണം. എൻ്റെ ഒരു വേദനയാണ്, എൻ്റെ ഒരു ഉള്ളിലൊരു വല്ലാത്തൊരു ദണ്ണാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങളോട്. ഈ മോളുടെയും ചേച്ചിയുടെ അവസ്ഥ എല്ലാവരും കണ്ടല്ലോ. ഇവരെ ഇത്രയും ആൾക്കാരെ സഹായിക്കാൻ, വളരെ മനസ്സ് വിഷമിച്ച് സഹായിക്കാൻ വരുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലെ ഒറ്റൊരു ഫോൺ കോൾ കൊണ്ട് ഇങ്ങനെ ഒരാൾ ഇത്രയും വൃത്തികേട് കാണിച്ച് ഇത്രയും വിഷമിപ്പിച്ചത്. ആകെ തകർന്നിരിക്കുകയാണ് ഈ ചേച്ചി. ഈ മോളുടെ അവസ്ഥ കണ്ടിട്ട് ഏതെങ്കിലും ഒരു മനസാക്ഷിയുള്ളവരാണെങ്കിൽ കാണിക്കും ഇങ്ങനെ. എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. എന്നിട്ട് ഷെയർ ചെയ്ത് പ്രവാസി ചേട്ടന്മാരായാലും പോലീസുകാരായാലും ആരായാലും എല്ലാവരും ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരിക. ഇയാൾക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണം. ഇനി മേലാക്കം ഒരു പെണ്ണിനോടും, ഒരു അമ്മയോടും, ഒരു പെങ്ങളോടോ, ഒരു കൊച്ചു പെങ്കൊച്ചിനോട് പോലും അയാൾ ഇത്ര വൃത്തിയോടായിട്ട് പെരുമാറാൻ പാടില്ല. അയാൾ അറിയണം സമൂഹം എന്താണെന്നുള്ളത്. ഒരു മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കണം. ഈ കൊച്ചിനെ കാണാനെന്ന് പറഞ്ഞിട്ടാണ് അയാൾ വീഡിയോ വന്ന് ഇത്രയും ആ ചേച്ചി അപമാനിച്ചത്. ഒരു നമുക്ക് പറയാൻ അറക്കുന്ന പോലെയാണ് അയാളുടെ ഓരോ സംസാരവും മെസ്സേജും വീഡിയോയിൽ അയാൾ വന്നിരിക്കുന്നത്. ഇയാളെ എന്തായാലും എല്ലാവരും മുന്നിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം.
ചേച്ചി പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിനായിട്ട്. ഇവിടെ അവർ വന്ന് ചേച്ചിയുടെ നിന്ന് പരാതി എഴുതി മേടിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും പരമാവധി ഈ നമ്പർ ഞങ്ങൾ മോളിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ പരിചയമുള്ളതാണെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് വന്നിരിക്കുന്ന നമ്പറാണ്. അയാൾ ബഹ്റൈൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് മെസ്സേജിൽ, പക്ഷെ സൗദി നമ്പറാണ്. മാക്സിമം ഇത് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ, അയാളുടെ വീട്ടുകാർക്ക് അറിയാവുന്നതാണെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക ആളെ കണ്ടുപിടിക്കാനായിട്ട്. നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, ഈ മോളുടെ ഒരു കാര്യത്തിന് വേണ്ടി ഫിറോസ്ക ചെയ്ത ഒരു വീഡിയോ, അതിനെതിരെ അവനാ ചേച്ചിയുടെ ഇതിനകത്ത് വന്നിട്ട് എന്താ ഇതിനൊക്കെ പറയാ. പ്രവാസികളായ സുഹൃത്തുക്കൾ, എന്തോരം സുഹൃത്തുക്കൾ ഈ വീഡിയോയിൽ വന്ന് അല്ലെങ്കിൽ കോളിൽ വന്ന് ബിന്ദുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഒരുത്തൻ ഈ ഒരാൾ മതി ഈ ഒരു ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇന്നലെ തുടങ്ങി ബിന്ദു എന്ന് ഒളിച്ചുകൊണ്ടിരിക്കുക. ബിന്ദു എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പൊ എന്നിട്ട് ഉണ്ടായ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മാക്സിമം പ്രവാസികള് സത്യം പറഞ്ഞ ഈ വീഡിയോ ഫിറോസിന്റെ വീഡിയോ വന്ന മുതൽ പ്രവാസികളായ സുഹൃത്തുക്കൾ എന്തോരം വിളിച്ച് ബിന്ദുവിനെ ആശ്വസിപ്പിച്ചു, സഹായം ചെയ്തു. നാട്ടുകാർ എല്ലാവരും സഹായിക്കുന്നു, ജനമൈത്രി പോലീസ് സഹായിക്കുന്നു, ഫോട്ടോഗ്രാഫർ അസോസിയേഷൻ സഹായിക്കുന്നു. എന്നിട്ട് ഇവൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചേച്ചിയോട്, ഈ ഫോട്ടോഗ്രാഫറായ ഈ ചേച്ചിയോട് സെക്സ് ചെയ്യാൻ അവൻ വീഡിയോ കോളിലൂടെ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ നമ്പർ ഞാൻ ഇതിന്റെ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മോളുടെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇതിന്റെ മുകളിൽ ഞാൻ ഈ നമ്പർ, സൗദി അറേബ്യയിലെ നമ്പറാണ്. ഇപ്പൊ സൈബർ സെല്ല് വഴി നമ്മളെ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ മീഡിയകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. പ്രവാസികൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് തരാൻ പറ്റും എന്നുള്ള ഉറപ്പാണ്. ഞാൻ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ആളാണ്, അപ്പൊ എനിക്കറിയാൻ പറ്റും. അപ്പൊ റിയാദാണോന്നോട് സംശയമുണ്ട്. അപ്പൊ ഇവനെ നിങ്ങൾക്കറിയാൻ പറ്റും, എല്ലാ സോഷ്യൽ മീഡിയ, ഇന്നലെ ഏഷ്യാനെറ്റും അതേപോലെ തന്നെ മനോരമയൊക്കെ ഈ ചേച്ചിയുടെ കാര്യങ്ങൾ, ഇത്രയും വലിയൊരു അവസ്ഥ, ഓട്ടിസം ബാധിച്ച മെന്റലി ഓട്ടിസമാണ്, വലിയ പ്രശ്നമുള്ള രീതിയിലാണ് ആ കൊച്ചിന്റെ അവസ്ഥ. എല്ലാവരും വന്ന് വിഷമിച്ച് ഇരിക്കുന്ന ടൈമില് ഇവൻ ചെയ്ത പരിപാടിയാണ്. ഇവൻ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങൾ ഞാൻ എന്താ ഇതിന് പറയാ, എന്താ ഒരവസ്ഥ. ഞങ്ങൾ ഇതിനൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക? കൊച്ചിന്റെ ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പൊ എല്ലാവരും ആശ്വസിപ്പിക്കാനായിട്ട് വന്നേക്കാണ്. ആ സമയത്ത് ഇന്നലെ രാത്രി 7 മണിക്കാണ് ഇവൻ സൗദി അറേബ്യയിൽ നിന്ന് ഈ കോള് വിളിച്ച്, ഈ മോളെ കാണണം, എനിക്ക് മോളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഇതിന്റെ മുകളിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്ത പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ബിന്ദു ചേച്ചി പറഞ്ഞ ഇത് കണ്ടില്ല, ബിന്ദു ചേച്ചി എന്തോ ഒന്നും കൂടി പറയാനുണ്ട്. എന്നോട് പറയാനാണ്, നിനക്ക് എത്ര കാശ് വേണം, അങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിക്കണത്. എൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വേദനയാണ് അതൊക്കെ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായം ഞാൻ തരണോ? അത്രയും ഗത്യന്തരം ഇല്ലാത്തതിന്റെ പേരിലാണ് നിങ്ങളോടൊക്കെ സഹായം തരും. മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു മനസ്സുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. അതിന്റെ പേരിൽ ഇങ്ങനെ അപമാനിക്കരുത്, ഒരിക്കലും ഞങ്ങൾ അപമാനിക്കരുത്. ഫിറോസ് ചെയ്ത വീഡിയോ വലിയ വൈറലായിരുന്നു, എല്ലാവരും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടുകാരും പ്രവാസികളും എല്ലാവരും മാധ്യമപ്രവർത്തകരും എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരുത്തൻ വന്നിട്ട് എന്തെന്നാ പറയണ, അവൻ്റെ നമ്പർ മുകളിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രവാസികളായ നിങ്ങൾക്ക് എന്തായാലും അവൻ ഈ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിൽ ആരെങ്കിലും ഇവൻ വിളിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇത് അറിയണമെങ്കിൽ ഈ സ്മാർട്ട് പിക്സിൻ്റെ ഇതിലോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലോ നിങ്ങൾ അറിയിക്കണം. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ സൈബറിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് കുറച്ച് നേരത്തെ ഒരു ഇത് വന്നിരുന്നു, ഫിക്സ് വന്നിട്ട് വയ്യാതെ ഇരിക്കുകയാണ് മോള്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം. വേറൊന്നല്ല, ഒരു സഹോദരിമാർക്കും ഇനി ഈ ഗതി വരാൻ പാടില്ല. അതിൻ്റെ പേരിലാണ് നിങ്ങളോട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറയുന്നത്. അവൻ ഇതിനു മുമ്പും പല ആൾക്കാരുടെ അടുത്തും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് ഇനി ഉണ്ടാവാൻ പാടില്ല, തുടർന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്രവാസികളൊക്കെ ഒരുപാട് സഹായിച്ചു, നാട്ടുകാർ സഹായിച്ചു, ലോകത്തിലെ എല്ലാവരും സഹായിച്ചുകൊണ്ട് ഈ കൊച്ചിനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചിൻ്റെ അമ്മനെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം,